പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ റോഡിലൂടെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പാലക്കാട് നിന്നും എറണാകുളത്തേക്ക് വരുന്നവരും മണ്ണുത്തിപ്പാത ഉപയോഗിക്കുന്നവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് നേരത്തെയൊക്കെ ഇറങ്ങി നാളെ രാവിലെയൊക്കെ വീട്ടിലെത്താം. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ദേശീയപാത അതോറിറ്റിക്കെതിരെ നിയമ പോരാട്ടവുമായി പാലക്കാട് ആലത്തൂർ ഇരട്ടക്കുളം സ്വദേശി ദീപനും കുടുംബവും. NH 544 നിർമ്മാണത്തിനായി ദീപന്റെ വീട്ടുമുറ്റം വരെ NHA സ്ഥലം ഏറ്റെടുത്തിരുന്നു. വീടിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ താൽക്കാലിക സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകിയിരുന്നു. എന്നാൽ എല്ലാ മഴക്കാലത്തും സംരക്ഷണ ഭിത്തി ഇടിയുകയാണ് എന്ന് ദീപൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ദേശീയപാത അതോറിറ്റിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ദീപനും കുടുംബവും. നമുക്കൊന്ന് പ്രതികരണം കേട്ടുവരാം. നല്ല പേടിയുണ്ട്. 2-3 കുട്ടികൾ അതിനെ അടുത്ത വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ താമസമില്ല, 1 മാസമായി. ഇത് 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 3-മതാണ് ഇപ്പോൾ. ഇനി ഇടിഞ്ഞു കഴിഞ്ഞ് ഞങ്ങളുടെ ആത്മാവ് പോകും. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. ഇനി ഞങ്ങൾക്ക് ഒന്നും പറ്റില്ല. എനിക്ക് ഇരിക്കാൻ ഒരു വീട് ഇനി കാണണം. കുലുക്കും അനുഭവമുണ്ട്. സോമരൊക്കെ വിണ്ടിട്ടുമുണ്ട്. സോമര ഉള്ളിൽ അടുക്കളയൊക്കെ വിണ്ടിട്ടുണ്ട്. ഇതെവിടെ വിണ്ടിട്ടുണ്ട്. ഇതെല്ലാവരും കാണാതെ കൊണ്ട് എല്ലാം വിണ്ടി കിടക്കുക തന്നെയാണ്. ചെറിയൊരു കാര്യമല്ല. അതിനെന്താ വെച്ചാൽ അതിനുള്ളൊരു നടപടി എത്രയും പെട്ടെന്ന് വേണം. നമുക്ക് 2002 കാലഘട്ടത്തിലായിരുന്നു ഹൈവേ അതോറിറ്റിൻ്റെ അളവുണ്ടായിരുന്നത്. അതിനുശേഷം ഹൈവേ വന്ന് 2012-13 കാലഘട്ടത്തിലാണ് മണ്ണെടുത്ത് തുടങ്ങിയത്. 2018 മുതൽ എൻ്റെ വീട് അപകട ഭീഷണിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നേക്ക് 7 വർഷമായി. കറക്റ്റ് ഓഗസ്റ്റ് 15, 2018 ആദ്യമായിട്ട് പ്രളയം വന്നപ്പോൾ ഇടിഞ്ഞ് വീണത്. അതിനുശേഷം ഇന്നലെ ഓഗസ്റ്റ് 15 2025 വീണ്ടും പൂർണ്ണമായിട്ട് ഇടിഞ്ഞിരിക്കുകയാണ്. ഈ വാഹനം ഇത്രയും വലിയ വാഹനങ്ങൾ പോകുമ്പോൾ കണ്ടാൽ അറിയാൻ പറ്റും. ഈ വാഹനങ്ങൾ പോകുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് നല്ല കുലുക്കുവാണുള്ളത്. ഇപ്പം നമ്മൾക്ക് സേഫ്റ്റിയായിട്ട് എനിക്ക് എൻ്റെ കുടുംബത്തിന് ജീവിക്കാനുള്ള സജ്ജീകരണം അത് ചെയ്യണം. പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തപ്പോൾ വീണാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു. ആൾ വീണ് മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? വീട് എന്നെ ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സജ്ജീകരണം ചെയ്തു തരാം. ഇബ്ബാലിറക്കൽ ആ വീട് കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. എന്താണ് ദീപൻ പറയുന്നത്? ആ വീട് ഏറ്റെടുക്കണമെന്നെങ്കിൽ അതല്ലെങ്കിൽ അതിനുള്ള മറ്റ് സംവിധാനങ്ങൾ തരിക എന്നുള്ളതാണ്. പക്ഷേ ആ കുടുംബത്തിന് അവിടെ കഴിയാൻ കഴിയില്ല കേട്ടോ. വലിയ വണ്ടിയൊക്കെ പോകുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഇനി ആ വീടിടിഞ്ഞങ്ങ് താഴെ പോകാം. ആ അവസ്ഥയിലാണ്. ഇനി മുറ്റം പോലും ഇല്ല, എല്ലാം പോയി. അല്ലേ ഇക്ബാൽ? അരുൺകുമാർ, തീർച്ചയായും ഈ ദേശീയപാതയ്ക്ക് അരികിലാണ് ദീപനും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിൽ 6 സംഘം ആ വീട്ടിൽ കഴിയുന്നത്. 40 സെന്റ് സ്ഥലമുണ്ടായിരുന്നു ദീപന്റെ കുടുംബത്തിന്. ആദ്യഘട്ടത്തിൽ NH 47 നിർമ്മാണ സമയത്ത് ഒരുപാട് സ്ഥലം ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്തു. പിന്നീട് NH 544 നിർമ്മാണ സമയത്ത് ഒരു 7.5 സെന്റ് കൂടി സ്ഥലം ഏറ്റെടുത്തതിന് ശേഷം പിന്നീട് 5.5 സെന്റ് സ്ഥലത്താണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ദീപന്റെ വീട് ഇരിക്കുന്നത്. ഈ NH 544 നിർമ്മാണത്തിന് ശേഷം ഇവരുടെ ഈ വീട് മുറ്റം പല സമയത്തും ഇടിയുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ പരാതി നൽകിയതോടുകൂടി പിന്നീട് ഒരു സംരക്ഷണ ഭിത്തി NHI നിർമ്മിച്ചു നൽകി. പക്ഷേ ഇത് 2018 ശേഷം തുടർച്ചയായി ഈ സംരക്ഷണ ഭിത്തിയും നിലവിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മേഖലയിൽ വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ദീപൻ പറയുന്നത്. സംരക്ഷണ ഭിത്തി കെട്ടിയതുകൊണ്ട് മാത്രം അവർക്ക് അവരുടെ സുരക്ഷിതമായി ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വീട് കൂടി അല്ലെങ്കിൽ ഇവരുടെ വീടിരിക്കുന്ന സ്ഥലം കൂടി ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്ത് ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാസസ്ഥലം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തണം എന്നുള്ളതാണ് ദീപന്റെയും കുടുംബത്തിന്റെയും ആവശ്യം. ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പറഞ്ഞത് വീട് ഇടിഞ്ഞു വീണതിന് ശേഷം മാത്രമേ. തീർച്ചയായിട്ടും ദീപന്റെ ആ ഫാമിലിയുടെ കൺസേൺ ചെറിയ കൺസേൺ അല്ല എന്ന് പ്രേക്ഷകർക്കും അറിയാം. എപ്പോൾ വേണമെങ്കിലും ആ വീടിന് ഇടിഞ്ഞ് താഴെ വീഴാം. ആ അവസ്ഥയിലാണ്.